നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹാദേവ, അങ്ങനെ നടന്ന ഞാൻ വീണ്ടും ശിവക്കാട് കയറും. അങ്ങയുടെ മുൻപിൽ തല തല്ലി മരിക്കും. എന്റെ അമ്മ പെരുവണ്ണാപുരത്തെ അമ്മയാണ് സത്യം. ഞാനത് ചെയ്യും. ശ്രീ പരമേശ്വര, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിഷ്കളങ്കയായ ഈ പാവം പെണ്ണിന്റെ കണ്ണീര് കണ്ട് അവിടത്തേക്ക് അലിവ് തോന്നണേ. ശംഭു മഹാദേവ. പ്രഭേ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രഭയ്ക്ക് അറിയോ? നാളത്തെ ദിവസം പോലും സത്യത്തിൽ എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് ദിവസവും തീയതിയൊക്കെ ഞാനങ്ങ് മറന്നു. അല്ല, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താടോ? അതെന്തായാലും നമ്മളെ ബാധിക്കുന്നതാവില്ല. നാളെ സഞ്ജുവിന്റെ വിവാഹമാ. ഇന്ന് കല്യാണത്തലേന്നാണ്. നടക്കട്ടെ. അവനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അറിഞ്ഞാ മതി. ഈ വാർത്ത കേട്ട ശ്രീകുട്ടിക്കൊരു വിഷമവും തോന്നില്ല. പക്ഷെ വാസ്തവത്തിൽ തീ പിടിച്ചതുപോലെ പാഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. അമ്മു അല്ലേ? ദക്ഷയോട് വെല്ലുവിളിച്ചിട്ടല്ലേ അവള് മംഗലശ്ശേരിയിൽ നിന്നിറങ്ങിയത്? എന്ത് വെല്ലുവിളിയാണെങ്കിലും ശ്രീകുട്ടി എഴുന്നേൽപ്പിച്ച് നിർത്താനും ഒരു ചൂട് നടത്തിക്കാനും അവക്ക് കഴിഞ്ഞില്ലേ പ്രഭേ? ചികിത്സാ മുറിയിൽ വെച്ച് ശ്രീകുട്ടിയെ നടത്തിക്കാൻ അവൾ ഇത്രയും ആവേശം കാണിച്ചത് എന്തിനാണെന്ന് പ്രഭയ്ക്ക് മനസ്സിലായല്ലേ? നാളെ ചേച്ചിയെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ. അതിന് നടക്കില്ലെന്നറിഞ്ഞതിന്റെ വേദനയിൽ അമ്മു. ശ്രീകുട്ടി അതിന് തയ്യാറാവില്ലെന്ന് നമുക്കറിയില്ലേ? അല്ല പ്രഭേ, ശ്രീകുട്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിലും അമ്മുവിന്റെ മുമ്പിൽ അവക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. അതിനവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അമ്മു ഉണ്ടാവില്ലെന്ന് ശ്രീകുട്ടിക്ക് നന്നായിട്ടറിയാം. സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശ്രീകുട്ടിക്ക് സുഖപ്പെടുന്നത് ദൈവനിശ്ചയമായിരിക്കും. കാഞ്ചന ചൂണ്ടിക്കാണിച്ചത് സത്യമാ. അമ്മുവിന്റെ നിർബന്ധത്തിന് ശ്രീകുട്ടിയല്ല, നമ്മളും വഴങ്ങിക്കൊടുക്കേണ്ടി വന്നേനെ. അവളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നാളെ ആ വിവാഹം നടന്ന അമ്മുവിന്റെ മാനസികാവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ നേരം വരെ അവള് ജലപാനം പോലും നടത്തിയിട്ടില്ല. അതിരാവിലെ എണ്ണീറ്റ് പെരുവണ്ണാപുര ക്ഷേത്രത്തിലേക്ക് അവള് പോയത്. മടങ്ങി വന്ന കാഴ്ചയൊന്ന് കാണണം. കല്ലിൽ തല്ലി പൂക്കുല പോലെ ദേവിക്ക് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശ്രീകുട്ടി എഴുന്നേറ്റ് നടക്കാൻ മാത്രമല്ല, ശ്രീകുട്ടിയും സഞ്ജുവുമായിട്ടുള്ള വിവാഹം നടക്കാനും കൂടിയാ. അവള് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാ. നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കാൻ ആരായി കുട്ടിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല പ്രഭേ. അവൾ സഞ്ജു താലി കെട്ടിയ പെണ്ണാ കാഞ്ചനെ. സഞ്ജു മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ ഉള്ളുകൊണ്ട് അവൾ നീറും. ആ നീറ്റൽ അവളെ അറിയുന്നവർക്കേ അറിയൂ. ഭർത്താവിനെ ചേച്ചിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തവൾക്ക് അവനെ ചേച്ചിക്ക് കിട്ടാതെ പോയാൽ സഹിക്കാൻ കഴിയൂ? സഞ്ജു മറ്റൊരു പെണ്ണിനെ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ഈ ലോകത്ത് ഉണ്ടാവോ എന്ന് പോലും നിശ്ചയമില്ല. നാളെ ഒരു ദിവസം എങ്ങനെ അവസാനിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. ലച്ചുവിന് എന്തു പറ്റി? മുഖത്ത് സങ്കടമാണല്ലോ. ഒന്നുമില്ല ചേച്ചി. ലച്ചുവിന് വെറുതെ ആണെങ്കിലും കള്ളം പറയാൻ അറിയില്ല. അവൾക്ക് ഞാൻ എഴുന്നേറ്റ് ഓടി നടന്ന് കാണണം, അതിന്റെ നിരാശയാ. ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയ ചികിത്സയല്ലേ.
നിന്റെ ചേച്ചി ഇതുവരെ എത്തിയില്ലേ? ആ, ലച്ചു ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾ ചെല്ല്, ഞാനിവളുടെ സങ്കടത്തിന്റെ കെട്ടഴിച്ച് കേൾക്കട്ടെ. ഞാൻ സുഖപ്പെട്ട് വരുമല്ലേ അമ്മു? അവരൊക്കെ ആത്മാർത്ഥമായി ചികിത്സിക്കുന്നുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ നിരാശ ഭാവിച്ച് നടക്കുന്നത് ശരിയാണോ? എന്റെ കാലുകൾ നീക്കം ചെയ്യുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് വിധി വരെ എഴുതിയതാ. എന്നെ സംബന്ധിച്ച് ഇതൊരു മിറാക്കിൾ തന്നെയാ. എന്റെ മോളതിനെ വില കുറച്ച് കാണരുത്. ഇന്ന് അദ്ദേഹത്തിന്റെ വിവാഹമാണ്. അത് മറന്നിട്ടാണോ ചേച്ചി സംസാരിക്കുന്നത്? ശരിയാണല്ലോ. സഞ്ജുവിനും സഞ്ജനയ്ക്കും ഒരു ബെസ്റ്റ് വിഷസ് അയക്കാൻ പോലും കഴിഞ്ഞില്ല. മനസ്സ് ചുട്ടുപൊള്ളുമ്പോ എന്റെ മുന്നിൽ ചേച്ചിക്ക് എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നേ? മനസ്സ് ചുട്ടുപൊള്ളുന്നത് നിന്റെയാ, എന്റേതല്ല. നീ ഇത്രമാത്രം സ്വാർത്ഥയാവുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുവാ. എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും കഴിഞ്ഞാൽ പോലും ഒരു വിവാഹം നടക്കുന്ന കതിർമണ്ഡപത്തിലേക്ക് ഞാൻ വരുമെന്ന് നീ കരുതിയതേ തെറ്റാ. നീ ഒന്ന് ഓർത്തു നോക്ക്, എന്തുമാത്രം പ്രതീക്ഷയോടെയാ സഞ്ജന നവവധുവായി അവിടേക്ക് വരുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാ വിവാഹം. വിട്ടുകൊടുത്തിട്ട് അവകാശം പറഞ്ഞു പോകുന്നതിനേക്കാൾ വലിയ ചതി വേറൊന്നുമില്ല അമ്മു. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം. ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചേച്ചിക്കൊന്ന് ചിന്തിച്ചൂടെ? സ്വാതി എന്ന 2 അക്ഷരത്തിലാ അദ്ദേഹം ജീവിക്കുന്നത്. ഇതുപോലൊരു പ്രണയം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്ത വാക്കില അദ്ദേഹം വിവാഹത്തിന് സമ്മതം മൂളിയത്. അദ്ദേഹം കതിർമണ്ഡപത്തിൽ കാത്തിരിക്കുന്നത് സഞ്ജനയ്ക്ക് വേണ്ടിയല്ല, ചേച്ചിക്ക് വേണ്ടിയാ. അമ്മ സ്വാതിയെ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഈ നിമിഷവും അദ്ദേഹം വിശ്വസിക്കുന്നു. എനിക്ക് ചേച്ചി അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ചേച്ചി എന്താ ആലോചിക്കാത്തെ? സഞ്ജന ചെയ്യുന്നത് എന്താ? വാശി പിടിച്ച് ഒരു കളിപ്പാട്ടം സ്വന്തമാക്കാനുള്ള വ്യഗ്രതയാ അവള് കാണിക്കുന്നത്. ആ കളിപ്പാട്ടത്തിനൊരു ജീവനും മനസ്സും ഉണ്ടെന്ന് അവള് ചിന്തിക്കുന്നേയില്ല. ലക്ഷ്യത്തിലെത്തുന്നതിൽ കവിഞ്ഞ് അവൾക്കൊന്നുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സ് കൂടി അവൾ അറിഞ്ഞേനെ. അവള് സഞ്ജുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കവൾ അനിയത്തി തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.